ജീവിതത്തിൽ നമുക്ക് എല്ലാ ഫേസിലും ലോൺ കിട്ടും. നമ്മുടെ കല്യാണത്തിനാവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ഒരു ബിസിനസ് തുടങ്ങാൻ, വീട് വെക്കാൻ, എല്ലാത്തിനും നമുക്ക് ലോൺ കിട്ടും. കിട്ടാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ റിട്ടയർമെന്റ് സമയം. റിട്ടയർമെന്റ് സമയത്ത് നമുക്ക് ലോൺ കിട്ടത്തില്ല എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ ഒന്നും കൂടുതൽ വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാരുടെ, ഈവൻ നമ്മുടെ ഫാമിലി തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ അപ്പനമ്മമാരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നമ്മുടെ വയസ്സാം കാലത്ത് പിള്ളേർ നോക്കിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഒരു കഴിഞ്ഞ ജനറേഷൻ വരെയുള്ള ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കുറെ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് തെറ്റാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു റിയലൈസേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഓരോ ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ മക്കൾ നമ്മളെ നോക്കിക്കോളും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ചുമ്മാ അലമ്പായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി, അതുകൊണ്ട് അവര് നമ്മളെ നോക്കണം എന്ന് പറയുന്നത് അവർക്ക് നമ്മളൊരു ബേർഡൻ കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഇനി അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നോക്കുന്നതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷെ എല്ലാവരും ചിലപ്പോൾ ഓക്കെ ആവണമെന്നില്ല, എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആവണമെന്നില്ല, എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ഒരുപോലെ ആവണമെന്നില്ല. നമ്മൾ ഭയങ്കര കാര്യമായിട്ട് വളർത്തിയ മക്കളാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് നിർബന്ധിച്ച് നമ്മളെ നോക്കിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു നല്ലൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പലരും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, ഞാൻ ഇത്രയും നാൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുഴുവൻ സമ്പാദ്യവും മക്കൾക്ക് വേണ്ടി കൊടുത്തു, അപ്പൊ അവരിനി നോക്കണ്ട, അവരുടെ കടമയാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ രീതിയാണ്. നമ്മൾ മക്കൾക്ക് ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസവും, അല്ലെങ്കിൽ അവർക്കൊരു ജോലിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി. അല്ലാതെ നമ്മുടെ ലൈഫ് ടൈമിൽ ഉണ്ടാക്കുന്ന സമ്പാദ്യം, നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ട് പിന്നെ അവരുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കുന്നത് ഒരു തെറ്റായ രീതിയാന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അങ്ങനല്ല ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ അത് ഒത്തിരി ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു, കാരണം ഞാനിത് എത്ര പേരോട് സംസാരിക്കാൻ ചെന്നാലും അവസാനം അടിയിലേ കലാശിക്കാറുള്ളൂ. മേ ബി അത് എന്റെ മെന്റാലിറ്റി ആയിരിക്കാം. പക്ഷെ അപ്പൊ നമുക്ക് ഇപ്പൊ തിരിച്ച് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. നമ്മള് റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് സേവ് ചെയ്യണമെങ്കിൽ ജോലി ഇല്ലാത്ത ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ജോലി ഉള്ളവർക്ക് ഓക്കെ, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാര്യങ്ങൾ അവരുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ അതനുസരിച്ചൊന്ന് മുന്നോട്ട് പോവാം. അപ്പൊ ഞാന് ഇത് പറയുമ്പം ജോലി ഇല്ലാത്ത ആൾക്കാര് കൂടുതലും ചോദിക്കും, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ജോലി ഇല്ലാത്തവര് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തുക എന്ന് തന്നെയാണ് ഇതിന്റെ ആൻസർ. അപ്പൊ പറയും, എനിക്ക് അതിനുള്ള സ്കില്ലില്ല, അല്ലെങ്കിൽ എനിക്ക് എവിടെയാണ് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളത്, അങ്ങനെ അവിടെ ജോലി എടുത്ത് വെച്ചേക്കുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ജോലി നമ്മൾ ഒന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഈ ജോലി ഇല്ല എന്ന് പറയുന്നത് നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് ജോലി ആണ് ജോലിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന് താഴോട്ടുള്ള ഒന്നും നമ്മൾ ജോലിയായിട്ട് കൺസിഡർ ചെയ്യാറില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വരുമാനമൊക്കെ താനെ വരും. പക്ഷെ കുറച്ചധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പം ഇപ്പൊ പറയും സ്കില്ലില്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാനൊക്കെ ഇപ്പൊ 10 അല്ലെങ്കിൽ 12 പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലമല്ല. ഇപ്പം 10 12 പഠിക്കുന്ന പിള്ളേർക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് ഫുൾ കോഴ്സസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്തിനെ പറ്റി പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്കിപ്പം തയ്യൽ പഠിക്കണോ, നിങ്ങൾക്കിപ്പോ പാചകം പഠിക്കണോ, പാചകം തൊട്ട് പ്രോഗ്രാമിംഗ് വരെ എന്തും നമുക്ക് യൂട്യൂബിലുണ്ട്. നമ്മൾ മെനക്കെട്ടിരുന്ന് അത് നോക്കി അത് പ്രാക്ടീസ് ചെയ്ത് ഒക്കെ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഈവൻ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി എല്ലാം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് കോഴ്സ് എടുക്കണം. അപ്പം പൊതുവെ കണ്ടുവരാറുള്ളത് എല്ലാത്തിനും നമ്മൾ പോയിട്ട് 10-30,000 രൂപയുടെ കോഴ്സസിന് ചേരും. ശരിക്കും പറഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സെൽഫ് ലേൺ ചെയ്യുമ്പം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ആരും
ഫ്രീ ആയിട്ട് കൊടുത്തേക്കുന്ന യൂട്യൂബിലെ കോഴ്സസ് ഒന്നും ഇത് ഫ്രീ ആണെന്നുള്ളത് കൊണ്ട് അതിനൊരു വാല്യൂ കൊടുക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചെടുത്ത മാക്സിമം കാര്യങ്ങളും യൂട്യൂബ് വഴി പഠിച്ചെടുത്താണ്. അതൊരു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞാൻ പഠിക്കുന്ന മിക്ക കാര്യങ്ങളും, തയ്യൽ മാത്രമല്ല, ഒത്തിരി അധികം കാര്യങ്ങൾ, ഈവൻ വീഡിയോ എഡിറ്റിംഗ് ആവട്ടെ, യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആവട്ടെ, അല്ലെങ്കിൽ പ്രസന്റേഷന്റെ കാര്യങ്ങളാവട്ടെ, നമുക്കൊരു ബുക്ക് എഴുതുക എന്ന് പറയുന്ന ആവട്ടെ, എന്തും നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഒത്തിരി നമുക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് നമ്മളൊന്നും തപ്പി കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ സ്കിൽ ഡെവലപ്പ് ചെയ്ത് നമ്മളിപ്പോ ഒരു ആഴ്ചയിൽ ഒരു 500 രൂപ നമുക്ക് റെഡിയാക്കാൻ പറ്റുവാണെങ്കിൽ പോലും വെർത്താണ്, അല്ലെങ്കിൽ അതൊരു അച്ചീവ്മെന്റ് ആണ്. ശരിക്കും നിങ്ങൾ ഗ്രൗണ്ട് ലെവൽ 0-ൽ നിന്ന് നിങ്ങൾ ആഴ്ചയിൽ 500 ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദിവസം ഒരു 10 രൂപ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് പോലും ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ വൺസ് നിങ്ങൾ ആ ഒരു ചവിട്ടുപടി കയറി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തടുത്ത സ്റ്റെപ്പ് പോവും, ഉറപ്പാണ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ വയസ്സാം കാലത്ത് ആരും നമുക്കൊരു നമ്മൾ നമ്മുടെ മക്കളുടെ ഫ്രണ്ടിലോ, അല്ലെങ്കിൽ മക്കളൊക്കെ വിദേശത്താന്ന് കരുതുക, നമ്മൾ ഇവിടെ മാത്രമേ ഉള്ളൂ, മക്കള് നമ്മളെ സഹായിക്കുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോ പറയാണ് നിങ്ങൾക്ക് വീടുണ്ട്, കുഴപ്പമില്ല, സേഫ് ആണെന്നൊക്കെ പറഞ്ഞാലും എപ്പോഴാണ് ഇതൊക്കെ മാറി മറിയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എത്രയോ പേര് എല്ലാം വെൽ സെറ്റിൽഡ് ആണ്, വീടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ മക്കളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് പണയം വെച്ചും വീട് കംപ്ലീറ്റ് ലോൺ വെച്ചും ഒക്കെ മക്കളെ പഠിപ്പിച്ചു വിട്ട് അവസാനം വീടും ജപ്തിയായി പോയി, മക്കൾ അതിന്റെ പൈസ അടച്ചില്ല, പെരുവഴി പോയ ഒത്തിരി ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള സിറ്റുവേഷൻ ഒക്കെ കാണുമ്പം നമുക്ക് ഇതിനെപ്പറ്റി ഇച്ചിരി ഒരു റേസ് ആയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഉത്തരവാദിത്തമാണ്, മക്കൾ നോക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളത് നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മൾ ആലോചിക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പം റിട്ടയർമെന്റിന് കുറച്ച് എമൗണ്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് വയസ്സാം കാലത്ത് ഇച്ചിരി എണ്ണയും കുഴമ്പും മേടിക്കാനായിട്ട് പലരുടെ അടുത്ത് പോയി കൈ നീട്ടുന്നു എന്ന് ആലോചിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുപോലെ റിട്ടയർമെന്റിനോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത്. നമ്മൾ അന്നേരം നമുക്ക് അത്യാവശ്യം എണീറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ഒരു ആരോഗ്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പം ആരോഗ്യം ഉണ്ടെങ്കിൽ പോലും മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആള് കടപ്പായി പോകും. അപ്പം ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് ഇപ്പൊ 19 വയസ്സായി, ഇനിയിപ്പോ എന്തുവാണ്, ജീവിതം തീർന്നില്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇനിയും എത്ര നാള് നമ്മൾ ജീവിക്കുന്നു അത്രയും നാള് നമ്മളിവിടെ സർവൈവ് ചെയ്യണം, അല്ലേ? സർവൈവ് ചെയ്യാനായിട്ട് നമ്മളെ തന്നെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ്. നമുക്കൊരു റിട്ടയർമെന്റ് എന്ന് പറയുന്ന രീതി തന്നെ തെറ്റാണ്. ഞാൻ ഈ റിട്ടയർമെന്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു നോർമൽ ഇൻകം പീരീഡ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള സമയത്ത് നമുക്ക് ഒരു ഇൻകം സോഴ്സ്, അതാണ്. അപ്പോ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, ഒരു ജോലി കണ്ടെത്തുന്നതിനെ പറ്റി പറഞ്ഞു. അതിപ്പോ എന്ത് ജോലി ആയിക്കോട്ടെ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നതോ, ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് പോകുന്നതോ, എന്ത് വേണമെങ്കിലും നമുക്ക് നോക്കാം. നമ്മൾ ഓരോ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ മേലെയുള്ള ജോലി മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ അഭിമാനവും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മള് ചെറിയ സ്റ്റെപ്സിൽ നിന്ന് തന്നെയാണ് മുകളിലോട്ട് പോകുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പുള്ളിക്കാരിയുടെ റീല് കണ്ടതാണേ. പുള്ളിക്കാരി ആദ്യം സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്തു, പിന്നെ എവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തു, എവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. വളരെ താഴത്തെ ലെവലിൽ നിന്ന് വന്ന് പിന്നെ പുള്ളിക്കാരി കുറെ നാൾ കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ലുക്കേ മാറി, കംപ്ലീറ്റ്ലി മാറിയിട്ട് ഒരു മോഡലായിട്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ആ ഒരു സ്ട്രഗിൾ, അപ്പം നമ്മളൊരു മോഡലിനെയും ഒരു സെയിൽസ് ഗേളിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്കും ഏത് ലെവലിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വയസ്സാം കാലത്ത് നിങ്ങൾ കുഴമ്പ് വാങ്ങിക്കുന്ന മാത്രം ആലോചിച്ചാൽ മതി, നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിരിക്കും. അപ്പൊ നമ്മള് ജോലി കണ്ടെത്തിയെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു സ്കില്ല് കണ്ടെത്തിയെന്ന് കരുതുക, അത് പഠിച്ചു, നമ്മളത് ഒരു ഇൻകം വരുന്ന രീതിയിലാക്കിയെന്ന് കരുതുക. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളിത് സേവ് ചെയ്യാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. ഭാവിയിലേക്ക് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും
ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യം പറയാം. നമ്മൾ ഇപ്പോഴും ഒരു ഇടക്കാലം വരെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും ചിന്തയില്ലാത്ത സമയത്ത്, അതായത് ഞാൻ ഒത്തിരി വൈകിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓൾറെഡി നമുക്ക് ഈ ഷെയറിലും ഒക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിലും റിട്ടയർമെന്റ് സ്പെസിഫിക് ആയിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. 40-40 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് സത്യം പറഞ്ഞാൽ ചിന്തിച്ചത്. കാരണം അത് ചുറ്റുപാടും ഉള്ള കുറെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മളും വയസ്സാകും എന്നൊരു മനസ്സിലാക്കലും അതിനെ ബേസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും തുടങ്ങിയത്. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം മ്യൂച്വൽ ഫണ്ട്സിൽ SIPs സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അല്ലെങ്കിൽ ഇന്ന SIPs നമ്മൾ ഇന്ന മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന റിട്ടയർമെന്റിന് വേണ്ടിയിട്ടാണ്, ഇത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഒരു തീരുമാനം എടുത്ത് വേണം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കുന്ന് അത് വിത്ഡ്രോ ചെയ്യരുത്. അത് എല്ലാവർക്കും വരുന്നൊരു അബദ്ധമാണ്. ഒരു അത്യാവശ്യം വരുമ്പോൾ എന്നാൽ പിന്നെ അതിൽ നിന്ന് അങ്ങ് വലിച്ചേക്കാന്നുള്ളത്. അതിൽ നിന്ന് ഒരു കാരണവശാലും വലിക്കരുത്. അത് നമ്മള് മ്യൂച്വൽ ഫണ്ടിലും ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ സ്ഥലം മേടിച്ചിടുന്ന പോലെയാണ്. അതായത് തീരെ ഒരാവശ്യം, അത്രയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് ഈ സ്ഥലമൊക്കെ മേടിച്ചിട്ടിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? എപ്പോഴും വിൽക്കുകയോ ഇല്ലല്ലോ. ആ ആവശ്യം മുറിച്ചുറിച്ചു വിൽക്കുകയോ ഇല്ല. അതുപോലെ അത് ഗ്രോ ചെയ്യാനങ്ങ് കൊടുക്കുക. പിന്നെ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ, അതായത് SIPs എന്ന് പറഞ്ഞാൽ എന്താ, മാസം ഒരു എമൗണ്ട് അങ്ങോട്ട് പോവാ ചെയ്യുന്നത്. അപ്പൊ SIPs നമുക്ക് 100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഏത് സാധാരണക്കാരനും സ്റ്റാർട്ട് ചെയ്യാവുന്ന SIP മാസം 100 രൂപ വെച്ച് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന SIPs ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയും കണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് ആ SIPsന്റെ എമൗണ്ട് കൂട്ടിക്കൊണ്ടുവരാം. ഒരു കാരണവശാൽ അത് തിരിച്ചെടുക്കരുത്. മനസ്സിലായില്ലേ? അതിൽ നിന്ന് പിന്നെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ വിഡ്രോയും ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പക്കാ റിട്ടയർമെന്റ് പ്ലാൻ എന്ന് പറഞ്ഞല്ല, അങ്ങനത്തെ കാര്യത്തിലൊന്നും പോയി ഞാൻ വീണിട്ടില്ല. ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെയാണ് റിട്ടയർമെന്റ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിച്ചിടാം, നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാം, അല്ലെങ്കിൽ ചിട്ടി ചേർന്ന് ഒരു വലിയ എമൗണ്ട് ആയിട്ട് അതെന്തെങ്കിലും ഒരു ഇത് ചെയ്യാം. ഇപ്പം വരുമാനം ഇല്ല, അല്ലെങ്കിൽ ജോലി ഇല്ല, അല്ലെങ്കിൽ സ്കില്ലില്ല എന്ന് പറയുന്നവർക്ക് വേറെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മളുടെ ഇപ്പോൾ ഉള്ള ചെലവുകൾ, കോസ്റ്റ് കട്ടിങ്സ് വരുത്തിയിട്ട് നമുക്ക് അത് സേവ് ചെയ്യാം. ആ ഒരു എമൗണ്ട് സേവ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എന്ത് കേസിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു അഡീഷണൽ വരുമാനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്കിപ്പോ സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ നിങ്ങൾ വീടിന്റെ ടെറസ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ ഉണ്ട്. അതറിയാവോ? അതായത് ടെറസിൽ നമുക്ക് എന്താണ് ഈ ട്യൂഷൻ സെന്റേഴ്സിനോ അല്ലെങ്കിൽ ഈ ഡാൻസ് സ്കൂളുകാർക്കോ ഒക്കെ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം. വലിയ വേറെ അധികം പരിപാടികളൊന്നും നമ്മൾ ചെയ്തു കൊടുക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഒന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്യൂഷൻ എടുക്കാം. കൊച്ചു പിള്ളേർക്കൊക്കെ, അതായത് ഇപ്പൊ നിങ്ങളിപ്പോ 10-ലോ 12-ലോ ഒക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂഷൻ എടുത്ത് അങ്ങനെ എത്രയോ പേര് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി അതൊന്ന് പയറ്റി നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു രുചി മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും തിരിച്ചു വരത്തില്ല. അപ്പോ അതാണ് കാര്യം. നമ്മള് SIPയുടെ കാര്യമാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് വിഡ്രോ ചെയ്യരുത്. ഇടയ്ക്ക് ഒരു വർഷത്തിലൊന്നോ 6 മാസം കൂടുമ്പോഴൊന്ന് അനലൈസ് ചെയ്യുക. എന്തെങ്കിലും അതിൽ തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ ഒരിക്കലും വിഡ്രോ ചെയ്യുമല്ല, അത് ഇപ്പൊ മാറ്റിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഒരുവിധം പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മള് ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഒരു തലമുറയെ കണ്ട് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സമയത്തിന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളും വൈകിപ്പോവും. വൈകിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മള് 50 വയസ്സായി അല്ലെങ്കിൽ 40 വയസ്സായി അതുകൊണ്ട് ഇനിയിപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതൊന്നും അല്ല. നമുക്ക് ഇനിയും സമയമുണ്ട്. നമ്മുടെ സമയം നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും നമുക്ക് ഇനിയും സമയമുണ്ട്. അപ്പൊ ആ സമയം നമ്മൾ സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ഒരാളുടെ മുന്നിൽ കൈ നീട്ടി അവരുടെ ഒരു ഔദാര്യത്തിന് കാത്തു നിൽക്കുന്ന ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യത്തിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക.
അത് ഇത്ര കാര്യമായിട്ട് പറയാൻ കാരണം ഒത്തിരി അധികം അനുഭവങ്ങൾ എൻ്റെ കൺമുന്നിൽ തന്നെ കണ്ടത് കാരണമാണ് നമ്മളിത് പറയുന്നത്. മക്കൾക്കൊരു ബുദ്ധിമുട്ടാവരുത്, നമുക്കൊരു ബുദ്ധിമുട്ടാവരുത് ചോദിക്കുന്നത്. അപ്പം ആ ഒരു 2 ഇതിലും കൂടെ നോക്കുക. ബന്ധങ്ങൾ വഷളാക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്റ്റെപ്സ്. ശരി, ഇപ്പൊ നിങ്ങൾക്ക് 50-55 വയസ്സായി, നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ലേ പോലും നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന എന്താണോ അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാലം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാമല്ലോ. പിന്നെ മതിയല്ലോ ബാക്കിയുള്ളവരുടെ അടുത്ത് അതിൻ്റെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉപയോഗിക്കുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഇൻകം സോഴ്സ് കണ്ടെത്തുക. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾ ചുറ്റുമൊന്ന് നോക്കിയാൽ മാത്രം മതി. പിന്നെന്താണ്, ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്തിട്ട് പേഷ്യൻസ് ഉണ്ടാവുക. So you will see the magic. Bye.